സാക്ഷി എഴുതാൻ ഭാഗ്യം കിട്ടിയ വലിയ എഴുത്തുകാരി ലളിതാംബിക അന്തർജനത്തിൻ്റെ കോട്ടവട്ടത്ത് മഠത്തിലേക്ക് നമ്മളൊന്ന് പോകുന്നു. ഛന്ദസ്സിൽ കവിതകൾ എഴുതിയായിരുന്നു അന്തർജനത്തിന്റെ സാഹിത്യ സബരിയുടെ തുടക്കം. പിന്നീട് ആ സബരി വളർന്ന് കഥകളും നോവലുകളുമായി മാറിയപ്പോഴും അന്തർജനത്തിന്റെ ആത്മാവിഷ്കാരം കൂടുതൽ തിളങ്ങിയതേയുള്ളൂ. വായനാശീലം നല്ലപോലെ കൊച്ചിലേ തന്നെ ഉണ്ടായിരുന്നു. അച്ഛൻ അമ്മയും നല്ല വായനാശീലവും വിജ്ഞാനവും ഒക്കെ ഉള്ളവരായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് അതിനുള്ള പ്രോത്സാഹനം കിട്ടി. അങ്ങനെ ഒരുപാട് ചെറുകഥകളും ലേഖനങ്ങളും എല്ലാം എഴുതി. അഭിനവ പാർത്ഥസാരഥിയാണ് അന്തർജനത്തിന്റെ പ്രകാശിതമായ ആദ്യ സൃഷ്ടി. ഗാന്ധിജിയെക്കുറിച്ചുള്ള ആദ്യ സൃഷ്ടിയിലൂടെ തന്നെ സാഹിത്യ ലോകത്ത് ലളിതാംബിക അന്തർജനം ശ്രദ്ധ പതിപ്പിച്ചു. കാൽപ്പനിക ഭാവനയുടെ ചിറകിലേറിയായിരുന്നു അന്തർജനം കാവ്യലോകത്തേക്ക് കടക്കുന്നത്. പല സൃഷ്ടികളും ആത്മാവിഷ്കാരത്തിന്റെ തീവ്രമായ ത്വരയിൽ രചിക്കപ്പെട്ടവയാണ്. വിപ്ലവ ആരാധന, സൗന്ദര്യ നിരീക്ഷണം, സ്ത്രീ സ്വാതന്ത്ര്യം, മാതൃത്വം എന്നിവയുടെ സമ്മേളനമായിരുന്നു അന്തർജനത്തിന്റെ കവിതകൾ. നിശബ്ദതയ്ക്കും നിലവിളിക്കുമിടയിൽ നിലകൊണ്ട ധീരവും സൗമ്യവുമായ മുഖമായിരുന്നു അന്തർജനത്തിന്റെ സാഹിത്യരേഖകൾ. സ്വസമുദായത്തിലെ ദുരാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടും കൂടുതൽ പ്രതികരിച്ചുകൊണ്ട് സാഹിത്യരംഗത്ത് അവർ സജീവമായി. ദേശകാലങ്ങൾക്കതീതമായി നിലകൊള്ളുന്ന മാനവ സ്നേഹത്തിന്റെ എഴുത്തുകാരിയാണ് ഇന്നും ലളിതാംബിക അന്തർജനം. 24 കൊട്ടാരക്കര.